വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ വരട്ടിയതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോയിലോട്ട് പോകാം. കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത്രയും പട്ടയും എടുത്തിട്ടുണ്ട്, 3 ഏലക്ക, കുറച്ച് പെരുംജീരകം അതിലോട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നല്ലൊരു ടേസ്റ്റ്. വലിയ ഉള്ളി ഇട്ടാൽ ഒരു 1/4 കിലോ ഉള്ളി വരും. ഉള്ളിയെല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരച്ചതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി എൻ്റെ കയ്യിലില്ല, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഇല്ല. അത് കാരണം ഞാൻ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മീഡിയം സൈസിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിലോട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം നല്ല വഴന്ന് കിട്ടണം. അതിന് ശേഷം മാത്രമേ മസാല ഇട്ട് കൊടുക്കാവൂ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഒരു സാധനം ഇടാൻ മറന്നു കേട്ടോ, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കണവ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കണവയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടണം. ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാനുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല വെന്ത് വറ്റി കിട്ടണം. മസാല എല്ലാം ഒന്ന് അതിൽ പിടിക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം വറ്റി കിട്ടണം. നല്ല മസാല എല്ലാം അതിലോട്ട് പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യും.
നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മസാല എല്ലാം പെരണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ നിങ്ങൾ കുഴമ്പ് പരുവത്തിന് എടുക്കാം കേട്ടോ. ഞാൻ ഇതേ ഭാഗത്തിനാണ് എടുക്കുന്നത്, വരട്ടിയതായതുകൊണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റും കേട്ടോ. നല്ല ഫ്രഷ് കണവയാണ്, കൂന്തലിൻ്റെ. നമ്മുടെ ഇവിടെ കണവയെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ. വടക്കൻ കേരളത്തിലാണ് ഇത് കൂന്തലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം.